നമസ്കാരം. ഹെൽത്ത് പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പൂജ, കൊച്ചി റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ. മുതിർന്നവരിലെ അസുഖങ്ങൾ നമ്മൾ കുറച്ചൊക്കെ കണ്ണടയ്ക്കും, പെട്ടെന്നൊന്നും അങ്ങനെ കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പേടിക്കുകയും കുട്ടികളെയും കൊണ്ട് ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു 2-2.5 വർഷക്കാലമായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയും മാസ്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയതോടുകൂടി അസുഖങ്ങൾക്കൊക്കെ വളരെ കുറവാണ് വന്നിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം സ്ഥിരമായിട്ടിപ്പം അതിന് ശേഷം ഇപ്പോൾ ഈ ജൂൺ മുതൽ സ്കൂൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ പല രക്ഷിതാക്കളും നമ്മളെ അടുത്ത് സ്ഥിരമായി പറയുന്ന പരാതി എന്ന് വെച്ചാൽ ഒരു 1 വീക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 ആഴ്ച സ്കൂളിൽ പോകാൻ കഴിയില്ല. പല അസുഖങ്ങളായിട്ട് വന്ന് സ്കൂൾ മുടങ്ങുകയാണ്. പിന്നെയും അത് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അതേ സൈക്കിൾ തന്നെ വീണ്ടും ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം വരും, പിന്നെയും ഇവർക്ക് ചുമ വരും, പനി വരും, അതേപോലെ സ്കൂൾ മുടങ്ങുകയും ചെയ്യും. ഇതാണിപ്പോൾ സ്ഥിരം നമ്മൾ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും കേൾക്കുന്ന ഒരു പല്ലവി. നമ്മൾക്ക് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ വരുന്ന ചില ENT രോഗങ്ങളെപ്പറ്റി, ഒരു ENT ഡോക്ടറുടെ സഹായം തേടേണ്ടി വരുന്ന ചില അസുഖങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയുന്നത്. അതിപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ, ഈ കോവിഡ് മഹാമാരിയുടെ സമയം കഴിഞ്ഞപ്പോൾ കൂടി എന്നുള്ളതല്ല, അല്ലാതെ തന്നെയുള്ള ചില ENT രോഗങ്ങളെപ്പറ്റി. ENT എന്ന് പറയുമ്പോൾ ചെവി, മൂക്ക്, തൊണ്ട, ഈ 3 ഏരിയകളിൽ, ഈ 3 ഭാഗങ്ങളിൽ കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. കുറേ അധികം അസുഖങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ വരുന്നത്, അതിന് കുറേ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം കൂടി നമുക്ക് ഈ ഒറ്റ ഒരു ദിവസം കൊണ്ട് നമുക്കിതെല്ലാം കൂടി കവർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിതിൽ പറ്റുന്നത്രേ എന്ന് വെച്ചാൽ സാധാരണ കൂടുതലായിട്ട് എല്ലാവരും കുട്ടികളെ കൊണ്ടുവരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ പറ്റി, കുഞ്ഞുങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയുന്നത്. ആദ്യമായി നമുക്ക് ചെവിയിൽ വരുന്ന അസുഖങ്ങളെ പറ്റി പറയാം. ചെവിയിൽ എന്ത് അസുഖം വന്നാലും കൂടുതലായിട്ടും നമ്മളുടെ ENT OPയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ളത് 4 രോഗലക്ഷണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ചെവിക്ക് വേദന, നല്ല കൂടുതൽ രീതിയിലുള്ള വേദനയായിട്ട്. ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേദനയാണ്, ചെവിക്ക് വേദനയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ മിക്കപ്പോഴും അവർ രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന് കരയുക, ഫുഡൊന്നും കഴിക്കാതിരിക്കുക, അങ്ങനെ കൂടുതൽ കരയുന്നു എന്ന് പറഞ്ഞായിരിക്കും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. പീഡിയാട്രീഷ്യൻ്റെ, അതായത് കുട്ടികളുടെ ഡോക്ടറുടെ അടുത്താണ് കൊണ്ടുവരിക. അവർ നമ്മളുടെ അടുത്തേക്ക് വിടുമ്പോഴാണ് മിക്കപ്പോഴും ചെവിയിൽ നോക്കാനായിട്ട് നമ്മളുടെ അടുത്ത് വരാറ്. ഒന്നതാണ് ചെവിക്ക് വേദന. പിന്നൊന്ന് ചെവിയിൽ ചൊറിച്ചിലുണ്ടാവാം, പിന്നെ ചെവി അടഞ്ഞിരിക്കുക, കേൾവിക്കുറവ്, ഇതാണ് മറ്റൊരു കാരണം. പിന്നെ ഒന്ന് ചെവിയിൽ നിന്നും പഴുപ്പ് വരിക, ചിലപ്പം വെറും വെള്ളം പോലത്തെ സ്രവമായിരിക്കും വരിക, അല്ലെങ്കിൽ പഴുപ്പായിട്ട്, അല്ലെങ്കിൽ ചിലപ്പം രക്തമായിട്ട് മിക്സ് ചെയ്തിട്ടും വരാം. ഈ 4 കാരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെവി സംബന്ധമായ രോഗങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ ഒരു ENT ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുവരുന്നത്. ആദ്യമായി നമുക്ക് ചെവി അടപ്പിനെ പറ്റി സംസാരിക്കാം. ചെവിയടപ്പ് അല്ലെങ്കിൽ കേൾവിക്കുറവ്, ഇപ്പോൾ ഈ ഒരു കാലത്തായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾവിയുടെ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യമായ ഒരു കേൾവിക്കുറവൊന്നും നമ്മൾ കണ്ടുപിടിക്കാതെ പോകാറില്ല. വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ ഒരു മെയിനായിട്ട് ജനിക്കുമ്പോഴേ ഉള്ള കേൾവിക്കുറവ് കണ്ടുപിടിക്കാതെ പോവുള്ളൂ. അപ്പോൾ അന്നേരമൊക്കെ കേൾക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഇപ്പം ടീച്ചർ വിളിക്കുമ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ കേൾക്കണില്ല, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെയാണ് സ്ഥിരമായി രക്ഷിതാക്കൾ പറയുന്ന പരാതി. അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം, ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന കാരണങ്ങൾ കുഞ്ഞുങ്ങളിൽ മാത്രമല്ല മുതിർന്നവരിലാണെങ്കിലും ഈ പെട്ടെന്ന് വരുന്ന ഒരു ചെവി അടപ്പ്, കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം ചെവിക്കായം എന്ന് പറയും, വാക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ചെവിയിലും ഉള്ള സാധനമാണ് ഈ വാക്സ്. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വാക്സ് ചിലപ്പം അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് നമ്മളിപ്പോൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ചവയ്ക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ അത് തന്നെത്താനെ പൊക്കോളും. പക്ഷേ കുറച്ച് കട്ടി കൂടിയ വാക്സ് അത് തന്നെ പോവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മുടെ ചെവി അടഞ്ഞിരിക്കുക, കേൾവിക്കുറവ് പോലെ തോന്നുക, ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുക. അത് ചില സമയത്ത് കുളിക്കുമ്പോൾ വെള്ളം കയറുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെവിയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെവി തോണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അതിൽ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ തുടങ്ങുന്നതായിട്ടുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. കൂടുതലും ചെവി അടപ്പ് തന്നെയാണ് വരിക.
അപ്പോൾ നമുക്ക് വാക്സ് നമുക്ക് ചെവിക്കായം നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് എടുക്കും. പണ്ട് അങ്ങനെ ഒരു വേദനിപ്പിച്ചെടുക്കുന്നതായിട്ട് ഇപ്പോൾ ചെയ്യാറില്ല. സക്ഷൻ, അതായത് വാക്വം വെച്ചിട്ട് നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പം അഴുക്ക് ചെയ്യാറ്. അത് പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ എടുക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് അത് കുറച്ചൊരു 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ ഒക്കെ എടുത്ത് അത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം കൊണ്ടുവരാൻ പറയും. അന്നേരം കൊണ്ടുവരുമ്പോൾ അത് സക്ഷൻ ചെയ്ത് വാക്വം സക്ഷൻ ചെയ്ത് അത് എടുത്ത് കളയുകയാണ് ചെയ്യാറ്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചെവിയടപ്പിൻ്റെയും കേൾവിക്കുറവിൻ്റെയും കാരണം ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളിൽ ഈ കാലത്തായിട്ട്. പിന്നെ വേറൊരു കാരണം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെവിയും മൂക്കും കൂടെ തമ്മിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. ഈ യൂസ്റ്റേഷൻ ട്യൂബ് മൂക്കിൻ്റെ പുറകിലേക്കാണ് ഇത് തുറക്കുന്നത്. ചെവിയുടെ മധ്യഭാഗത്തേക്കാണ് ഇതിൻ്റെ വേറൊരു ഓപ്പണിങ്. അപ്പോൾ ഈ 2 വശവും നല്ലവണ്ണം തുറന്നിരിക്കണം. ചെവിയിൽ നിന്നുമുള്ള ഡിസ്ചാർജൊക്കെ ഡ്രെയിൻ ചെയ്ത്, ചെവിയിൽ നിന്നുണ്ടാകുന്ന സ്രവങ്ങളൊക്കെ മൂക്കിനുള്ളിലേക്ക് പോയി അത് ഡ്രെയിൻ ചെയ്ത് പോകാനും ചെവിയിലേക്ക് എയർ കയറാനും ഇതിന് രണ്ടിനും ഈ ട്യൂബ് നല്ല ഫങ്ഷണലായിട്ട് തുറന്ന് തന്നെ ഇരിക്കണം. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ട്യൂബിൽ ബ്ലോക്ക് വരിക, അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മൂക്കടപ്പ് വരിക. കുഞ്ഞുങ്ങളിലെ മൂക്കടപ്പിൻ്റെ കാരണം നമ്മൾ ഇനിയും പറയാൻ പോണേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മൂക്കിൽ എന്തെങ്കിലും അടപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്യൂബിലും അടപ്പ് വരും. ഈ ട്യൂബിൽ അടപ്പ് വരുമ്പോൾ ചെവിയുടെ മധ്യഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയിലൊരു പാടയുണ്ടല്ലോ, കർണപടം എന്ന് നമ്മൾ പറയും, അതിൻ്റെ പുറകുവശത്തുള്ള ചെവിയുടെ ഭാഗത്ത് കഫം കെട്ടി നിൽക്കും. അപ്പോൾ അവിടെ ഒരു പ്രഷർ പോലെ വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഈ ചെവിയുടെ പുറത്തു നിന്ന് അത് ചെവിയുടെ മധ്യഭാഗത്തൂടെയാണ് ഉള്ളിൽ ഞരമ്പിൻ്റെ അവിടേക്ക് പോണത്. ആ പോകുന്ന ഭാഗത്തൊരു തടസ്സം വരും. അപ്പോൾ ഒരു ചെവി അടപ്പ് വരും. ചില സമയത്ത് ഒരു കുത്തുന്ന പോലത്തെ ഒരു വേദന വരുമെന്നും കുട്ടികൾ പറയാറ്. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ അടപ്പ് തന്നെ ആയിരിക്കും മിക്കപ്പോഴും വരുന്ന പ്രശ്നം. അതായിട്ടാണ് പിന്നെ വരിക. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെവിയിലായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നോക്കുമ്പോൾ ചില സമയത്ത് ഒന്നും കാണുമ്പോൾ തോന്നുമില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ചെവിയിൽ കർണപടത്തിൻ്റെ പുറയിലായിട്ട് കുറച്ച് ബബിൾസ് പോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും ചിലപ്പോൾ. അങ്ങനെ വന്നാൽ നമ്മൾ ഒരു ടെസ്റ്റ് ഉണ്ട്, ടിംപാനോമെട്രി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ചെവിയുടെ പുറയിൽ കഫം ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ്. അത് ചെയ്ത് നോക്കിയിട്ട് ആ കഫം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ മൂക്കിലുള്ള ഒബ്സ്ട്രക്ഷൻ, മൂക്കിൽ എന്തുകൊണ്ടാണ് അടപ്പ് വന്നേക്കുന്നുള്ള അതാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്. അത് മാറ്റുന്നതനുസരിച്ച് ഈ ചെവി തുറന്നോളും. അതാണ് ചെവി അടപ്പിൻ്റെ ഈ പ്രധാനമായിട്ടുള്ള ഈ 2 കാരണങ്ങൾ നമ്മൾ അങ്ങനെയാണ് ചികിത്സിക്കുക. പിന്നെ ഒന്നുള്ളതെന്ന് പറഞ്ഞാൽ ചെവിയിൽ വരുന്ന ചൊറിച്ചിൽ. ഇപ്പോൾ ചെവിയിൽ ഈ വാക്സ് ഉള്ളപ്പോഴും ചെവിയിൽ അങ്ങനെ ഒരു ചൊറിച്ചിലായിട്ട് വരും. ചിലപ്പോൾ അതൊന്നും അല്ലെങ്കിലും ഈ കൂടുതലായിട്ട് ഇപ്പം വെള്ളം ചെവിയിൽ കയറുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, കൂടുതൽ നീന്താൻ പോവുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചെവിയിൽ പൂപ്പൽ പോലെ വരും, ഫംഗസ്. നമ്മൾ ഓട്ടോമൈക്കോസിസ് എന്ന് പറയും ഞങ്ങൾ. അത് ഫംഗൽ ഇൻഫെക്ഷനാണ് ചെവിയിൽ. അത് വരുമ്പോഴും ചെവി ഒന്ന് ബ്ലോക്കായിട്ടിരിക്കുന്ന പോലെയും പിന്നെ ചെവിയിൽ ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഫംഗസ് ആയിരിക്കും കാണുക. അപ്പോൾ ചെവി നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഫംഗസിൻ്റെ ഡ്രോപ്സ് കൊടുക്കും. ചെവിയിൽ വെള്ളവും കയറാതെ ശ്രദ്ധിക്കാൻ പറയും. അതോടുകൂടി ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ ആദ്യം ഒരാഴ്ചയൊക്കെ ഡ്രോപ്പ് കൊടുത്തിട്ട് ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഡ്രോപ്പ് കൊടുത്തു കഴിയുമ്പോൾ അത് ശരിയാവും. അതാണ് വേറൊരു ചെവിയിലെ ചൊറിച്ചിലും ചിലപ്പോൾ അടപ്പം വരാനുള്ള മറ്റൊരു കാരണം. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചെവിക്ക് വേദന. ചെവിക്ക് വേദനയുടെ ഒരു കാരണം ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു. ഈ മൂക്കടപ്പ് വന്നു കഴിയുമ്പോൾ ചെവിയുടെ പുറയിൽ കഫം കെട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാലും കുഞ്ഞിന് ഈ ചെവി അടപ്പിനൊപ്പം ചെവിക്ക് വേദനയും വരും. പിന്നെ ഈ വാക്സ് വന്ന് നല്ല കട്ടിയായാലും ചെവിക്ക് വേദന വരും. ഇത് രണ്ടും ചെവി അടപ്പ് കൂടാതെ തന്നെ വേദനയും കൂടെ ഉണ്ടാവുന്ന മറ്റ് 2 കാരണങ്ങളാണ്. പിന്നെ ഒന്ന്, ഈ കുഞ്ഞുങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ടല്ലോ, ഈ മൂക്കും ചെവിയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബ്, അത് കുഞ്ഞുങ്ങളിൽ നേരെയാണ് ഇരിക്കുക. നമ്മൾ വലിയ ആൾക്കാരിൽ അതിന് കുറച്ചൊരു ആംഗിൾ പോലെ അത് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുക. കുഞ്ഞുങ്ങളത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുക. അതിന് നീളവും കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂക്കിൽ നിന്നും ചെവിയിലേക്ക് എല്ലാ ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത കുഞ്ഞുങ്ങളിൽ വളരെ കൂടുതലാണ്. നമ്മൾ ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞത് ഈ ചെവിയുടെ മധ്യഭാഗത്തേക്ക് കാറ്റ് കയറുന്നതും അതുപോലെ ചെവിയിൽ നിന്നും കഫം പുറത്തേക്ക് പോകുന്നതും ഈ ട്യൂബ് വഴി തന്നെയാണല്ലോ. അപ്പോൾ ഈ എന്തെങ്കിലും ട്യൂബിന് ബ്ലോക്ക് വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ കഫം അവിടെ കെട്ടി നിൽക്കും. പിന്നെ ഈ മൂക്കിൽ നിന്നുള്ള വൈറസോ ബാക്ടീരിയയോ അങ്ങനെയുള്ള എന്ത് മൈക്രോബ്സും ഇതിനകത്തൂടെ ഈ ട്യൂബിൽ കൂടെ തന്നെ ചെവിയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെവിയിൽ ഒരു ഇൻഫെക്ഷനായിട്ട് തന്നെ വരും. നമ്മൾ AOM എന്ന് പറയും, അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും, ചെവിയിൽ ഇൻഫെക്ഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ചെവിക്ക് വേദനയായിരിക്കും. കൂടുതലും ഈ ചെവിക്ക് വേദന എന്ന് പറയുന്നത് രാത്രിയിലാണ് വരിക.
എപ്പോഴും രാത്രിയിൽ കുഞ്ഞ് ചെവിക്ക് വേദന എടുത്ത് കരഞ്ഞിട്ട് നമ്മൾ കാഷ്വാലിറ്റിയിൽ രക്ഷിതാക്കൾ കൊണ്ടുവരികയാണ്. സാധാരണഗതിയിൽ ഈ ചെവിക്ക് വേദനയുടെ കൊണ്ടുവരുന്ന മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഈ രാത്രിയിൽ കിടന്നു കഴിയുമ്പോൾ ഇനി എങ്ങോട്ടും ഡ്രെയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചെവിയുടെ പുറയിൽ തന്നെ അതിങ്ങനെ കെട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ആ കർണപടത്തിൻ്റെ മുകളിൽ ആ ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറയും, ഞങ്ങളുടെ ആ ചെവിയുടെ പാട, അതിൻ്റെ മുകളിൽ നല്ലൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും ഇത്. അപ്പോൾ ആ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു എന്തോ നിറഞ്ഞിരിക്കുന്ന പോലെയും നല്ല സിവിയർ ആയിട്ടുള്ള വേദനയും വരും. കാരണം നല്ല ഒരു പ്രഷറിൽ ചിലപ്പോൾ പഴുപ്പ് തന്നെ ആയിരിക്കും. ഈ ഇൻഫെക്ഷൻ വന്നിട്ട് ഓട്ടൈറ്റിസ് മീഡിയ വന്നിട്ട് പഴുപ്പ് തന്നെ നല്ല പ്രഷറിൽ കെട്ടി നിൽക്കുമ്പോൾ നല്ല വേദനയായിരിക്കും കുഞ്ഞിന്. അപ്പോൾ രാത്രിയിൽ തന്നെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ചെവിയിൽ കൊടുക്കുന്ന മരുന്നിനേക്കാളും മൂക്കിലെ അടപ്പാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്. അപ്പോൾ മൂക്കിൽ ഒഴിക്കാനുള്ള ഡ്രോപ്സും ഫീവർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകളും എല്ലാം കൊടുക്കും. ചില സമയത്ത് ഈ ഒരു ചെവിയിലുണ്ടാവുന്ന ഈ പ്രഷർ കൊണ്ട് നമ്മൾ ആ സമയത്ത് മരുന്നെടുത്ത് ആ ഇൻഫെക്ഷൻ കുറഞ്ഞില്ലെങ്കിൽ ഈ കർണപടത്തിൽ ചെറിയൊരു പൊട്ടൽ വീഴും. ടിംപാനിക് മെംബ്രെയിനിൽ ചെറിയൊരു പൊട്ടൽ വീണിട്ട് ഈ കഫം പുറത്തേക്ക് വരും, ഈ ഇൻഫെക്ഷൻ പഴുപ്പ് പുറത്തേക്ക് വരും. അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ചെവിയിലെ പഴുപ്പ് എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് വരാറ്. എപ്പോഴും ഈ മധ്യകർണത്തിൽ നിന്നും ആണ് ഈ പഴുപ്പ് വരുന്നത്. അപ്പോൾ ചെവിയുടെ ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ചെവിയിലെ പാട പൊട്ടിക്കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഈ പഴുപ്പ് പുറത്തേക്ക് വരിക. അപ്പോൾ പഴുപ്പെന്ന് പറഞ്ഞാൽ അത് മിക്കപ്പോഴും കുട്ടികൾ രാത്രിയിൽ കിടന്നിട്ട് എണീക്കുമ്പം ഈ തലയണയിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും ഈ പഴുപ്പ് ഇങ്ങനെ കിടന്നിട്ട്. ചില സമയത്ത് പഴുപ്പായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പം വെറും വെള്ളം പോലെ, ചിലപ്പോൾ ഈ പഴുപ്പിൻ്റെ കൂടെ കുറച്ച് ബ്ലഡും കൂടെ ഒക്കെ രക്തവും കൂടെ ഒക്കെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഈ നല്ല ഒരു ചെവിക്ക് വേദന ഉള്ള സമയത്ത് നല്ല പ്രഷറിൽ ഈ പഴുപ്പ് അവിടെ നിൽക്കുകയാണ്. അത് പൊട്ടി ഈ പഴുപ്പ് പുറത്തേക്ക് വന്നു കഴിയുമ്പം കുഞ്ഞിന് വേദനയും കുറയും. പക്ഷെ അതോടുകൂടി നമ്മുടെ ഇൻഫെക്ഷൻ മൊത്തം മാറിയിട്ടില്ല. അപ്പോൾ ആ ടിംപാനിക് മെംബ്രെയിനിലെ ഹോൾ അവിടെ തന്നെ ഉണ്ട്, ഒരു ചെറിയൊരു പൊട്ടൽ അവിടെ തന്നെ ഉണ്ടാവും. അതുവഴിയാണ് ഈ പഴുപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ കുഴപ്പമില്ല, ഒരു 1-2 ദിവസമായിട്ടും ഇത് വീണ്ടും വരുന്നു എന്ന് കണ്ടാൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് മരുന്നും എടുക്കണം. കാരണം ഈ ഒരു ആദ്യത്തെ തവണ വരുന്ന ഈ പാടയിലുണ്ടാവുന്ന ഹോള് അപ്പം തന്നെ അതങ്ങ് ഹീലായി പോവുകയാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല. കാരണം കുഞ്ഞുങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നെയും ഈ ചെവിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മൂക്കടപ്പിൻ്റെ സാധ്യതയും കൂടുതലാണ്. യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ പൊസിഷനും ഒക്കെ വെച്ചിട്ട് വീണ്ടും ഒരു രോഗം ഇങ്ങനെ ചെവിയിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചികിത്സിച്ചങ്ങ് മാറിയിട്ട് പിന്നെ മൂക്കടപ്പ് വരുമ്പോൾ തന്നെ മരുന്നെടുത്ത് ശരിയാക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ചില സമയത്ത് ഈ പാടയിൽ വരുന്ന ഹോൾ അടയില്ല, ഇത് അവിടെ ഒരു ഹോളായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എപ്പോൾ കുഞ്ഞിന് മൂക്കടപ്പ് വന്നാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെവിയിൽ വെള്ളം കയറുക, എന്ത് ഇൻഫെക്ഷൻ വന്നാലും ഇത് ചെവിയിൽ നിന്നുള്ള പഴുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ കുട്ടികളിൽ അതുകൊണ്ട് തന്നെ ഈ എപ്പോൾ മൂക്കടപ്പ് വന്നാലും ചെവിയിൽ പഴുപ്പ് വരും എന്ന് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഈ മൂക്കിൽ നിന്നും ചെവിയിലേക്കുള്ള കണക്ഷൻ കുറച്ചും കൂടെ ഈസിയാണ് കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ടാണ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ ഹോൾ അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ആ കഫക്കെട്ട് നമ്മുടെ ചെവിയുടെ ഈ ടിംപാനിക് മെംബ്രെയിൻ ചെവിയുടെ പാടയുടെ മുകൾ വശത്തോട്ട് കയറി ഈ ചെവിയുടെ പുറയിൽ ഒരു എല്ലുണ്ട്, മാസ്റ്റോഡ് എന്ന് പറഞ്ഞ്, അങ്ങോട്ടൊക്കെ കഫക്കെട്ടായിട്ട് വരും. അപ്പോൾ ചിലപ്പം ഈ കഫത്തിൻ്റെ കൂടെ ഈ പഴുപ്പിൻ്റെ കൂടെ കുറച്ച് ബ്ലഡും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ചില സമയത്ത് വരാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയാൽ അങ്ങനെയൊക്കെ 1-2 എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞാൽ മീൻസ് ഇൻഫെക്ഷൻ കുറച്ചും കൂടെ ഒരു CSOM എന്ന് പറയും ഞങ്ങളപ്പോൾ, അത് ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ. കാരണം അത് ക്രോണിക്കായി, അതൊരു ഹോൾ അവിടെയുണ്ട്, പാടയിലൊരു ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറയിൽ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് അത് കുഞ്ഞിൻ്റെ കേൾവിയെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മധ്യകർണത്തിലാണ് പാടയുടെ പുറയിലാണ് നമ്മൾ ചെവിയിൽ ചെറിയ 2-3 എല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ശബ്ദം ഈ ചെവിയുടെ പാടയിൽ തട്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോവുക. അപ്പോൾ ഈ എല്ലുകളിൽ കൂടിയാണ് അത് പോയിട്ട് ചെവിയുടെ ഇന്നർ ഇയറിലേക്ക് വന്ന് ഞരമ്പിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് കേൾവി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഈ എല്ലുകളൊക്കെ ദ്രവിക്കാൻ തുടങ്ങും ഈ ക്രോണിക്കായിട്ടുള്ള ഇൻഫെക്ഷൻ വന്ന്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി കുഞ്ഞിൻ്റെ കേൾവി നല്ലോണം കുറയാൻ തുടങ്ങും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പാടയുടെ പുറയിൽ ഒരു കഫക്കെട്ടുമുണ്ട്, കുഞ്ഞിൻ്റെ കേൾവിനെ അഫക്റ്റ് ചെയ്യുന്നു, പുറയിലെ എല്ലിലേക്ക് കഫം കെട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സർജറി ചെയ്ത് തന്നെ അത് കറക്റ്റ് ചെയ്യണം. നമ്മൾ മാസ്റ്റോഡെക്ടമി എന്ന് പറയും. അത് സർജറി ചെയ്ത് ആ ചെവിയുടെ പുറയിലെ കഫമൊക്കെ എടുത്ത് കളഞ്ഞ് ആ പാടയിലെ ഹോളും അടയ്ക്കണം. അങ്ങനെ ഒരു ലെവലിലോട്ട് വരെ ചില കുട്ടികൾക്ക് പോകാറുണ്ട്, ചെവിയിലെ ഇൻഫെക്ഷൻ കൂടിയ ലെവലിൽ.
പ്രധാനമായിട്ട് നമുക്ക് ചെവിയിലുണ്ട്. പിന്നെ ചില കുട്ടികൾക്കെന്ന് വെച്ചാൽ തീരെ ചെറിയ കുട്ടികൾ വരുന്നത് ചെവിയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് വരും, മുത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെവിയിൽ ഇട്ടിട്ട് വരും. ഇങ്ങനെ ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെവി സംബന്ധമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു ENT ഡോക്ടറെ സമീപിക്കുന്നത്. ഇതിനകത്ത് ഈ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതും ഈ വേദനയൊക്കെ മുതിർന്നവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ അവരിതിന് സാധ്യത കൂടും. ഈ പറഞ്ഞ മൂക്കടപ്പിൻ്റെ സാധ്യതയും ഒക്കെ കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെവി സംബന്ധമായ രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് വരും. പ്രധാനമായിട്ടുള്ള ചെവിയിലെ പ്രശ്നങ്ങൾ ഇത്രയാണ്.